തീവ്ര ഫെമിനാസികളുടെ കട പൂട്ടിയിട്ടേ ഞാൻ തിരിച്ചു പോവുള്ളൂ. എന്താ രാമേന്ദ്ര പ്രശ്നം? അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എനിക്കെതിരെ വ്യാജ പരാതിയുമായി റിനി എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കുവാ നാട്ടുകാര് നമ്മുടെ മെക്കിട്ട് കയറാൻ. ഈ തീവ്ര ഫെമിനാസികൾ പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കുന്ന പാവാട ആണുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിശക്തമായി റിനിക്കെതിരെ പോരാട്ടം ഉണ്ടാകും. റിനി അതിന്റെ ലീഗൽ കോൺസിക്വൻസ് അനുഭവിപ്പിക്കും. അതിനുള്ള തന്റെടവനുണ്ട് അഭിമാനി അച്ചക്കൻ. നീ വിഷയത്തേക്ക് വേണമായണ്ടി. ആക്രമണത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ യുവനടി റിനി ജോർജ് രാഹുൽ ഈശ്വറിനെതിരെ അടക്കമാണ് പരാതി നൽകിയിട്ടുള്ളത്. അവർക്കതൊക്കെ ഒരു തമാശയാ. ഇത്തരക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് പ്രധാനമായും റിനി ജോർജ് ആവശ്യപ്പെടുന്നത്. രാഹുൽ ഈശ്വർ അടക്കമുള്ളവർക്കെതിരെയാണ് ഈ പരാതി. ഇതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അപകീർത്തികരമായ വാർത്തകൾ വലിയൊരു ബഹുമതിയാണ് എനിക്കത്. താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? എന്തായാലും മുഖ്യമന്ത്രിക്ക് മാത്രമല്ല ആലുവ റൂറൽ എസ് പി ഒപ്പം സൈബർ പോലീസ്, മുനമ്പം ഡിവൈഎസ്പി എന്നിവർക്കാണ് റിനി ജോർജ്. ഞാൻ മാന്യമായിട്ട് നടക്കുന്ന കണ്ടിട്ട് ചേച്ചിക്ക് പിടിക്കുന്നില്ലല്ലേ? കൊടുക്കുമ്പോ ഒരു ഗുമ്മിന് CBIക്കും NIAക്കും ഇന്റർപോളിനും കൂടെ കൊടുക്കായിരുന്നു. അതെന്താ ഇരിക്കട്ടെ, കൊടുക്കുമ്പോഴേ ഈ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി വ്യാജ പരാതി കൊടുക്കുമ്പോൾ ഒരു ഗുമ്മ ഇരിക്കട്ടെ. ഇന്റർപോൾ അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഗുമ്മുണ്ടല്ലോ. സൈബർ ആക്രമണങ്ങൾക്കെതിരെ അടിയന്തര ഇടപെടലാണ് ഈ പരാതിയിൽ ആവശ്യപ്പെടുന്നത്. ഒപ്പം FIR രജിസ്റ്റർ ചെയ്ത് ഇവർക്കെതിരെ നടപടി എടുക്കണമെന്നും റിനിയുടെ പരാതിയിൽ ആവശ്യപ്പെടുന്നു. ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടി നമ്മുടെ റിപ്പോർട്ടർ ചാനൽ അടക്കം വലിയ പ്രാധാന്യത്തോട് കൊടുത്തിട്ടുണ്ട്. അതെന്റെ ഹോബിയാ സാറേ. എന്നെ കൂടെ ഈ കേസിൽ ഉൾപ്പെടുത്തിയതിന് ഞാൻ റിനിയോട് വളരെ താഴ്മയോടുകൂടി നന്ദി പറയുന്നു. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പടം. ഇനി നിങ്ങളെ പോലുള്ള തീവ്ര ഫെമിനാസികൾ നമ്മുടെ നാട്ടിലെ ആണുങ്ങളുടെ ജീവിതവും കരിയറും നശിപ്പിക്കാൻ നോക്കുമ്പോൾ അതിശക്തമായി അതിനെതിരെ എന്നും സ്വരം ഉണ്ടാവും. എല്ലാവരും ചെവിയിൽ നുള്ളിക്കോ. ഈ പണിക്കൊരു ഒരൊറ്റ എണ്ണത്തിന് വെറുതെ വിടില്ല. റിനി ഓർക്കണം, റിനി മദർ തെരേസയൊന്നും അല്ലല്ലോ വിമർശനത്തിന് അതീതയാകാൻ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അപ്പോ റിനി ആകട്ടെ അവന്തികയാകട്ടെ ഈ പച്ചക്കള്ളം പറയുന്നവരെ പൊളിച്ചെടുക്കാൻ ഞാൻ എന്നും ഉണ്ടാകും എന്ന കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. ഞാൻ രാഹുൽ ഈശ്വറിനെതിരെ പരാതി എന്നുള്ളത് റിനി നിയമ നടപടി നേരിട്ട് തുടങ്ങാൻ പോണേ ഉള്ളൂ. ഞാനും തുടങ്ങിയിട്ടുണ്ട്. എന്റെ അഡ്വക്കേറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും. വെരി ഗുഡ്. അതാ നല്ലത്. കുറച്ചു കാലം അകത്ത് കിടക്കട്ടെ. റിനി രാഹുൽ മാങ്കൂട്ടത്തിനെ മെനക്കെടുത്തിയതുപോലെ ഒരുപാട് പുരുഷന്മാരെ ഈ വ്യാജ പരാതികളിൽ വേട്ടയാടാൻ നോക്കുന്നത് പോലെ റിനിക്ക് മനസ്സിലാകും ലീഗലി മെനക്കെടുത്ത് എന്താ. ഈ തീവ്ര ഫെമിനാസികളുടെ ഈ തീവ്ര ഫെമിനിസ്റ്റുകളുടെ കട പൂട്ടി അവരുടെ പരിപാടികൾ അവസാനിപ്പിച്ച് അവരെ കെട്ടിച്ചിട്ടേ ഇതിൽ നിന്ന് തിരിച്ചിറങ്ങുള്ളൂ. പറ്റി കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞ പോലെ. ഇത് നിർത്തിക്കോ, ഇത് ഇവിടം കൊണ്ട് നിർത്തിക്കോ.